ഹലോ നമസ്കാരം. എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സഹകാരി റൈസ് പ്ലസിന്റെ പുതിയൊരു SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT സീരീസിന്റെ ക്ലാസ് 7ലെ ചാപ്റ്റർ 5 ആണ്. SS-ന്റെ പാർട്ട് 1 സെക്ഷനിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാഠത്തിന്റെ പേര് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി എന്നതാണ്. പാഠം 5 നമ്മുടെ ഭൂമി. ഓക്കെ, ഭൂമി നമ്മളോട് പറയുന്നത് എന്താണ് എന്ന് കേൾക്കാം. ഞാൻ വായിക്കാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിൽ ഉണ്ടായത്. സൗരയൂഥങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നറിയാമല്ലോ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റും ആവശ്യങ്ങൾക്കുമായുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, അങ്ങനെ എല്ലാം അല്ലേ. നമ്മുടെ ഭൂമി ഭൂമിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തരുകയാണ്. നമ്മുടെ ഭൂമിയെ കാണുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ. നമുക്ക് പോകാം, കൂടുതൽ അറിയാം. പുഴകളും മലകളും താഴ്വരകളും സമതലങ്ങളും ഒക്കെയായി ഭൂമിയുടെ ഉപരിതലം എത്ര മനോഹരമാണ്. എന്നാൽ ഭൂമിയുടെ ഉള്ളറ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ പുറം ഭാഗത്ത് എന്താണോ ഉള്ളതെന്നല്ലേ. വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയാർന്ന പുഴകൾ കാണാം, മലകൾ കാണാം, താഴ്വരങ്ങൾ കാണാം, സമതലങ്ങൾ കാണാം അല്ലേ. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം മറ്റെല്ലാ ഗ്രഹങ്ങളെയും അപേക്ഷിച്ച് എത്ര മനോഹരമാണ്. ലൈഫ് അല്ലെ, ജീവൻ നിലനിൽക്കുന്നത് ഭൂമിയിൽ മാത്രമാണ്. ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഭൂമിയുടെ ഉള്ളറയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഭൂമിയുടെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. നമുക്കറിയാം അല്ലെ, എത്രയാണ് ആവറേജ് ടെമ്പറേച്ചർ എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും കാലാവസ്ഥയൊക്കെ നമുക്ക് ന്യൂസിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ നമുക്കൊരു ചോദ്യമുണ്ട്, എന്താണെടാ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശമാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പറയടാ, എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? അത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പം ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം കണക്കാക്കുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് ഓർത്തു വയ്ക്കുക. നമുക്ക് SCRTയിൽ നിന്ന് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതിലുള്ള ഒരു ചോദ്യം ഇതാവാൻ സാധ്യതയുമുണ്ട്. അപ്പൊ എത്രയാണ് 5500 ഡിഗ്രി സെൽഷ്യസ്? എത്രയാണ് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ഏകദേശം ചൂടായി കണക്കാക്കുന്നത്. ഓക്കെ, ഇനിയും 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുക. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോഴാണ് ബോയിൽ ചെയ്യുക, അഥവാ അത് തിളയ്ക്കുന്നത്. ഇത് നമുക്കറിയാം. പുതുതായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ഇത് നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം എന്ന് നിങ്ങൾക്കറിയാം. 5500 ഡിഗ്രി സെൽഷ്യസിന്റെ ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. 100 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ വെള്ളം തിളയ്ക്കുന്നു. അപ്പം 5500 ഡിഗ്രി സെൽഷ്യസ് എന്താണ്? ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ഏകദേശം ചൂടാണ്. അത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഇനി നിങ്ങൾ കനികൾ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, മൈൻസ് എന്ന് കേട്ടിട്ടില്ലേ, കോൾ മൈൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഗോൾഡ് മൈൻസ്. അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്നറിയാമോ? അപ്പം കനിയുണ്ട്, കനിയുടെ ഏറ്റവും ആഴമുള്ള കനിയുടെ. അപ്പം കനി എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ കുഴിച്ചിട്ട് പോവാണ് അല്ലേ. അപ്പൊ കനിയുടെ താഴ്ച നമുക്ക് അറിയാം അല്ലേ. നല്ല ആഴത്തിലുള്ള ഖനികളുണ്ട് അല്ലേ. ഏകദേശം 12 കിലോമീറ്റർ. അപ്പൊ ഏകദേശ കണക്കാണ്. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ് അല്ലെ. നമുക്കറിയാം നമ്മൾ വിവിധ തരത്തിലുള്ള മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് ഭൂമി തുറന്ന് ഉള്ളിലേക്ക് പോകുന്നത്. അത് പറയുന്നത് ഏകദേശം 12 കിലോമീറ്റർ മാത്രമാണ്. അതും നമുക്ക് പോകുന്നത് എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് ആണ് അല്ലെ.
അപ്പം ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഏകദേശ കണക്ക് വീണ്ടും പറയുന്നുണ്ട്. അപ്പം ഫാക്റ്റ് ആണ് അല്ലേ? എടാ നോക്ക്, 6371 കിലോമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം, ഏകദേശ ദൂരമാണ്. അപ്പം ഒന്നും കൂടി പറയാം, ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ഏകദേശ ദൂരം SCERT ടെക്സ്റ്റ് വഴി പറയുന്നത് എത്രയാണ്? 6371 6371 എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ? ഈവൻ 12 കിലോമീറ്റർ പോലും നമുക്ക് എന്താണ് മെഷീൻസിന്റെ സഹായത്തോടു കൂടിയാണ് എത്തുന്നത്. അതും നമുക്ക് അതിനുശേഷം പോകാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഏകദേശ കണക്ക് ഭൂമിയുടെ ഉള്ളറയുടെ അളവ് എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ വരെ പോകുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അല്ലെ? പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്? നല്ലൊരു ചോദ്യമാണല്ലേ. അങ്ങനെ 12 കിലോമീറ്റർ പോലും പോകാൻ പറ്റാത്ത നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചുള്ള വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവ എന്തൊക്കെയാണ്? അപ്പം എന്തിൻ്റെ എല്ലാം നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദ്യം വരാം. അത് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് എങ്കിൽ, SCERT ബുക്കുകളിലുള്ള ചോദ്യമാണ് എങ്കിൽ ഇവിടെ നോക്കണം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് നമുക്കറിയാം, വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെ, അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ഭൂമിയുടെ ഉള്ളറകളിലുള്ള പല വസ്തുക്കളും അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്മ പുറത്തേക്ക് എത്തുമ്പോൾ ലാവയാകുന്നു അല്ലെ. അപ്പം ആ പുറത്തേക്ക് വരുന്ന വസ്തുക്കൾ അതിനെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരിധിവരെ കുറച്ച് കാര്യങ്ങൾ നിഗമനം ചെയ്യാം. പിന്നെ കനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ അല്ലെ, നമ്മൾ കനികൾ കുഴിച്ചു പോകുമ്പം അവിടെ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ അറിവുകളാണ് ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന് നമുക്കറിയാം, എർത്ത് ക്വേക്കിന്റെ സമയങ്ങൾ, അതായത് ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു പരിധിവരെ മാത്രം ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള ചില പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനങ്ങളെ വിശകലനം ചെയ്തിട്ടും നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. ഇനിയും ഭൂമിയുടെ ഒരു ഘടന ഒരു പിക്ചറായിട്ട് തന്നിട്ടുണ്ട്. ഒന്ന് നോക്കടാ, ഭൂമിയെ നമ്മളൊന്ന് മുറിച്ചു ഒരു കേക്ക് കഷ്ണം പോലെ നോക്കടാ. അതിൽ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്നതാണ് ഭൂവൽക്കം. എന്താണ് ഭൂവൽക്കം നമ്മൾ കണ്ടു അല്ലെ? എന്താണ് ഭൂവൽക്കം? ഭൂവൽക്കത്തിന് നമ്മൾ എന്ത് പറയും? ക്രസ്റ്റ് എന്ന് പറയും. ക്രസ്റ്റ് അല്ലെ. ഇനി രണ്ടാമത് കണ്ടോ, ഈ റെഡ് പോർഷൻസ് കണ്ടോ, നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ റെഡ് പോർഷൻസിനെ പറയുന്ന പേരാണ് മാന്റിൽ. എന്താണ്? മാന്റിൽ. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡ്, ഒരു ഓറഞ്ച് ഷെയ്ഡും ഒരു ലൈറ്റ്, ഒരു ഫ്ലൂറസെന്റ് യെല്ലോ കളറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡാർക്ക് വണ്ണാണ് പുറക്കാമ്പ്. എന്താണ്? ഔട്ടർ കോർ. ക്രസ്റ്റ് മാന്റിൽ കോർ ആണ് അല്ലേ. ഇത് കാണുന്നത് ആ യെല്ലോയിഷ് ആണ് അല്ലേ, അതാണ് ഇന്നർ കോർ. അപ്പോൾ നമ്മൾ ഭൂമിയെ ഒരു കേക്ക് കഷ്ണം പോലെ മുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം കാണുന്ന ലെയർ, ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ലെയറിനെ മാന്റിൽ എന്നും, മൂന്നാമത്തെ ലെയറിനെ പുറക്കാമ്പ്, അതായത് നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് ക്രസ്റ്റ്, മാന്റിൽ, കോർ, അതായത് ഭൂവൽക്കം, മാന്റില്, കാമ്പ് അല്ലെ. ഈ കാമ്പിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. പുറമേ ഉള്ളത് പുറക്കാമ്പെന്നും അകത്തുള്ളത് അകക്കാമ്പ് എന്നും പറയുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ആ കഷ്ണത്തെ നമ്മൾ, ആ കേക്ക് കഷ്ണം പോലെ മുറിച്ച ഭൂമിയുടെ ഭാഗത്തെ നമ്മൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഔട്ടർ മോസ്റ്റ് ലെയർ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ, ഇവിടെ ലാൻഡ് ഏരിയ ഉണ്ട്, വാട്ടർ ബോഡീസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ഭൂവൽക്കം. ഭൂവൽക്കത്തിനെ ഇംഗ്ലീഷിൽ ക്രസ്റ്റ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ലെയർ അല്ലെ, രണ്ടാമത്തെ ലെയറിലും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് മാന്റിൽ തന്നെ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മൂന്നാമത്തെ ലെയറിനെ നമ്മൾ നേരത്തെ പറഞ്ഞു കാമ്പ് എന്ന് പറയുന്നു. കാമ്പിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, പുറക്കാമ്പെന്നും അകക്കാമ്പ് എന്നും.
ഇനി ഭൂവൽക്കം എന്താണ്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. അപ്പൊ ഭൂവൽക്കം ചോദ്യം വരാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായുള്ള പാളി അറിയപ്പെടുന്നത് എന്താണ്? ഭൂവൽക്കം. ഒന്നുകൂടി പറയുന്നു, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. താരതമ്യേന അപ്പം നമ്മൾ മൂന്ന് ലെയറിനെ എടുത്തു പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും നേർത്ത പാളി ഏതെന്ന് ചോദിച്ചാൽ അത് ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തെ കുറിച്ച് രണ്ട് പറഞ്ഞു, ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, അതേപോലെ തന്നെ ഏറ്റവും നേർത്ത പാളിയാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. കരരൂപത്തിലുള്ള പാറകളാണ് നിർമ്മിതമാണ് ഈ പാളി. അപ്പം ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ക്രസ്റ്റ് അല്ലെ, ഏറ്റവും നേർത്ത പാളിയായിട്ടുള്ള ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്താണ്? കരരൂപത്തിലുള്ള പാറകളാലാണ് നിർമ്മിതമായത് എന്നത് ഓർക്കുക. ഇനി ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പൊ ഭൂവൽക്കത്തെ നമുക്ക് എന്തായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട്. ഒരെണ്ണം എന്താണ്? വൻകര ഭൂവൽക്കം. രണ്ടാമത്തത് സമുദ്ര ഭൂവൽക്കം. നമുക്കറിയാം നമ്മുടെ വാട്ടർ ബോഡീസ് ഉണ്ട്, അതുപോലെ തന്നെ ലാൻഡ് ഏരിയാസ് ഉണ്ട് അല്ലെ. രണ്ട് ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഭൂവൽക്കത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. ഇനി ഇതിൽ വൻകര ഭൂവൽക്കത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ കനം കൂടുതലാണ്. അടുത്തത് ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. അപ്പം പറയടാ, ഇവിടെ എന്തു പഠിച്ചു? വൻകര ഭൂവൽക്കത്തിന്റെ ഖനം എത്രയാണ്? 30 കിലോമീറ്റർ. ശ്രദ്ധിക്കുക, വൻകര ഭൂവൽക്കത്തിന്റെ ഖനമായി കണക്കാക്കുന്നത് 30 കിലോമീറ്റർ ആണ് ഏകദേശം. വൻകര ഭൂവൽക്കത്തിൽ പർവ്വത ഭാഗങ്ങളുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ, നോക്കടാ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാലോ, പർവ്വതങ്ങളാണെങ്കിൽ സാധാരണ ലാൻഡിൽ നിന്നും ഉയർന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് അതെന്ത് മനസ്സിലാക്കാം? ഇവിടെ മനസ്സിലാക്കാം, വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. അപ്പം വൻകര ഭൂവൽക്കത്തെ കുറിച്ച് പറയുമ്പോൾ 2 പോയിന്റ് ഓർത്ത് വയ്ക്കുക, 30ഉം 70ഉം അല്ലെ. പർവ്വത പ്രദേശമാണെങ്കിൽ അതിന്റെ ഖനം എന്ന് പറയുന്നത് 70 കിലോമീറ്റർ ആണ്. എന്നാൽ അത് സാധാരണ പ്ലെയിൻ ഏരിയാസ് ആണെങ്കിൽ അത് ഖനം എന്ന് പറയുന്നത് 30ഓളം കിലോമീറ്റർ ആണ്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനമുള്ളത്. അപ്പം വൻകര ഭൂവൽക്കത്തിന് ഖനം എത്രയാണ്? 30ഉം ഉണ്ട്, പർവ്വത ഏരിയകളിൽ 70ഉം ഉണ്ട്. ഇനിയും 5 എന്താണ്? സമുദ്രഭാഗമാണ് എങ്കിൽ 5 കിലോമീറ്റർ ആണ് ഏകദേശം കനം എന്നത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയയിൽ നിന്ന് നമുക്ക് എത്ര പോയിന്റുകൾ വന്നു? ഭൂമിയെ നമുക്ക് പുറമേ ഉള്ളത് താരതമ്യേന നേർത്ത പാളിയാണ്. 3 പാളികളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം നേർത്ത പാളിയാണ് എന്ന് മനസ്സിലാക്കാം. ഇതിനെ നമുക്ക് വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. വൻകര ഭൂവൽക്കത്തിന്റെ ഏകദേശം ഖനം എന്ന് പറയുന്നത് 30 ആണ്. ഇനിയും അത് പർവ്വത പ്രദേശമാണ് എങ്കിൽ അത് 70 കിലോമീറ്റർ ആണ്. ഇനി സമുദ്ര ഭൂവൽക്കത്തിന്റെ പാളി എന്ന് പറയുന്നത് ഏകദേശം 5 കിലോമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. അധികമായിട്ട് പറയുകയാണെങ്കിൽ ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തെ സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പം സിയാല്, സിമ. ഇപ്പൊ സമുദ്ര ഭൂവൽക്കം അല്ലെ, ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള സമുദ്രം, സിമ, അങ്ങനെ ആലോചിക്കണം. സിയാലും സിമയും, സമുദ്രം, അതുപോലെ സിമ. അപ്പം സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ സിമ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തെ നമ്മൾ സിയാൽ എന്നും വിശേഷിപ്പിക്കുന്നു. ഓർക്കുക. ഇനി സിയാൽ അല്ലെ, സിയാൽ SIAL സിയാൽ. സിലിക്കൺ സിലിക്കൺ, AL അലുമിനിയം അല്ലെ. സിലിക്കണും അലുമിനിയവും ചേർന്നതാണ് സിയാൽ. എന്നിവ ധാരാളമുള്ള ശിലകളാൽ നിർമ്മിതമാണ്. എന്നാൽ സിമ SI എന്ന് പറയുന്നത് സിലിക്കൺ തന്നെയാണ് അല്ലെ, മഗ്നീഷ്യമാണ് സിമ. അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സിമ എന്തൊക്കെയാണ്? സിലിക്കണും മഗ്നീഷ്യവും കൊണ്ടാണ് കൂടുതൽ ശിലകളാണ് ഉള്ളത്. ഇനി ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തിന് മറ്റു ഭൂവൽക്കത്തെക്കാൾ ഖനം ഉണ്ട്. ഭൂഖണ്ഡങ്ങൾക്ക് താഴെ ഉള്ള ഭൂവൽക്കത്തിന് മറ്റ് ഭൂവൽക്കത്തെക്കാൾ കനമുണ്ട്. 30 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ
50 കിലോമീറ്റർ വരെയാണ് ഖനം. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറയുന്നു? നമ്മൾ പറഞ്ഞു ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തെ നമുക്ക് എന്ത് പറയാം? സിമ, സിയാൽ. സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ എന്ത് പറയും? സിമ എന്ന് പറയും. അത് പറഞ്ഞു. ഇനി സിയാൽ എന്ന് വെച്ചാൽ SiAl അല്ലെങ്കിൽ സിയാൽ, സിലിക്കണും അലുമിനിയവും കൊണ്ട് അവിടെ സിലിക്കണും അലുമിനിയമാണ് ധാരാളമായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി സിമ എന്ന് പറയും സമുദ്ര ഭൂവൽക്കത്തിന്റെ ഭാഗമായ സിമ, Si സിലിക്കൺ, Ma മഗ്നീഷ്യം അല്ലെ. സിലിക്കണും മഗ്നീഷ്യത്തിന്റെയും തോതാണ് ആ ഭാഗങ്ങളിൽ കൂടുതൽ. ഓക്കെ, അങ്ങനെയുള്ള ശിലകളാണ് അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തിന്റെ പ്രത്യേകത എന്താണ്? മറ്റ് ഭൂവൽക്കത്തെക്കാൾ കനമുണ്ട്, കനം കൂടുതലാണ് എന്നത് ഓർക്കുക. എത്രയാണത്? അത് എത്രയാണെന്ന് എടുത്തു പറഞ്ഞാൽ 30 കിലോമീറ്ററിനും 50 കിലോമീറ്ററും വരെ ഉണ്ടായിരിക്കും എന്നതാണ് നിഗമനം. അപ്പൊ ഈ കൃത്യമായിട്ടും ഈ ഫാക്റ്റുകൾ ഓർത്ത് വെക്കുക. SCERT ആണ്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 7 കിലോമീറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ 5 പറയുന്നുണ്ടല്ലേ? 5 പറയുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 30 മുതൽ 50ഉം 7 കിലോമീറ്ററും ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ പോയിന്റുകളെല്ലാം കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. മാന്റിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാന്റിൽ. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞു അല്ലേ? ഇനി ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാന്റിൽ. ശരി, താരതമ്യേന കനമുള്ള ഭാഗമാണിത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രസ്റ്റിനാണ് ഏറ്റവും നേർത്ത പാളിയുള്ളതെന്ന്. പക്ഷെ ഇവിടെ മാന്റിൽ പറയുമ്പം താരതമ്യേന ഇവിടെ എന്താണ്? കനം കൂടുതലാണ്. അപ്പൊ എത്രയാണ്? ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ മാന്റിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചോണം എത്രയാണ് ഈ നമ്പർ ആലോചിച്ചോണം. 2900 കിലോമീറ്റർ ആണ് വ്യാപിച്ച് കിടക്കുന്നത്. എന്ത്? നമ്മുടെ മാന്റിൽ, സെക്കൻഡ് ലെയർ ആയിട്ടുള്ള മാന്റിൽ. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം. മറ്റൊരു ചോദ്യം എന്താണ്? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുണ്ടാകുന്നതാണ് ശിലാമണ്ഡലം. 2 രീതിയിൽ ചോദിക്കാം. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും കൂടെ ചേർന്നിട്ടുള്ള ഭാഗത്തെ എന്തു പറയുന്നു? അതിനെ നമ്മൾ ശിലാമണ്ഡലം എന്ന് പറയുന്നു. ഇനി ചോദ്യം, എന്തൊക്കെ ചേർന്നുള്ള ഭാഗത്തെയാണ് നമ്മൾ ശിലാമണ്ഡലം എന്ന് പറയുന്നത്? ഏതൊക്കെയാണെടാ? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിതലവും. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ ശിലാമണ്ഡലത്തിന് ഇംഗ്ലീഷിൽ നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നു. ഓക്കെ, ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അതായത് മാഗ്മയാണ്. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. മറ്റൊരു ഭാഗം പറയൂ. ശിലാമണ്ഡലത്തിന് താഴെയായി നമ്മൾ പറഞ്ഞു ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് നമ്മൾ ശിലാമണ്ഡലം എന്ന് പറയുന്നത്, അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങളാൽ ഉരുകി. അപ്പം ശിലാപദാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ ശിലയുടെ ഭാഗങ്ങൾ ഉരുകി ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെ എന്തു പറയുന്നു? മറ്റൊരു ചോദ്യം, അസ്തനോസ്ഫിയർ. അപ്പം ഒന്നുകൂടി, ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി. ആ ഉരുകുന്ന അവസ്ഥയാണ് മാഗ്മ എന്ന് പറയുന്നത്. അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെ പറയുന്നതാണ് അസ്തനോസ്ഫിയർ. ക്ലിയർ അല്ലേ? എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ് എന്നത് ഓർക്കുക. അപ്പം മാന്റിലിന്റെ അസ്തനോസ്ഫിയർ എന്ന ഭാഗത്തിന്റെ താഴ്ഭാഗം എന്താണ്? അത് ഖര അവസ്ഥയിലാണ് എന്ന് ഓർക്കുക. അസ്തനോസ്ഫിയർ ആണെങ്കിലോ അത് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അത് അർദ്ധദ്രാവക അവസ്ഥയിലാണ് കാണുന്നതെന്നും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നിങ്ങൾ ബുക്കിൽ പോയിന്റ് ബൈ പോയിന്റ് തന്നെ എഴുതി അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇത് കൃത്യമാണല്ലോ. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മാന്റിലിന്റെ ഏകദേശം കിലോമീറ്റർ നീളം എത്രയാണ്? 2900 അതായത് 2900 കിലോമീറ്റർ ആണ് എന്ന് ഓർത്തു വെക്കുക. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും കൂടെ ചേർന്നാൽ എന്താവും? ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ ആകും എന്ന് ഓർത്തു വെക്കുക. അതിനുശേഷം ഓർക്കേണ്ടത് ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അതായത് മാഗ്മ അവസ്ഥയിൽ അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെ പറയുന്നതാണ് അസ്തനോസ്ഫിയർ. ഒരു പോയിന്റും കൂടി ഓർത്തു വെക്കുക. അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്, സോളിഡ് ആണ് എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇനി മാന്റിലിനെ കുറിച്ച് പറഞ്ഞാൽ ഭൂവൽക്കത്തെ പോലെ മാന്റിലും കനമുള്ള ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്.
ഓക്കെ, ഭൂവൽക്കത്തെ പോലെ മാൻഡിലിനും എന്താണ്, കനമുള്ള ശിലകൾ കൊണ്ട് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഫെറോ മഗ്നീഷ്യം ഖനിജങ്ങളാൽ രൂപം കൊണ്ട് കട്ടി കൂടിയ ആഗ്നേയ ശിലകളാണ് മാൻഡിലുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്? ഫെറോ മഗ്നീഷ്യം ഖനിജലങ്ങളാൽ രൂപം കൊണ്ട കട്ടി കൂടിയ എന്ത് ശിലകൾ? ആഗ്നേയ ശിലകൾ, ഇഗ്നിയസ് റോക്സ് കൊണ്ടാണ് മാൻഡിൽ ഉള്ളത് എന്നത് ഓർത്തു വയ്ക്കുക. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിമേഖലയും ചേർന്നാണ് ലിത്തോസ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ലിത്തോസ്ഫിയർ എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, ഇതിന് സമുദ്രത്തിന്റെ അടിയിൽ ഏകദേശം 70 കിലോമീറ്ററും ഭൂഖണ്ഡങ്ങളുടെ അടിയിൽ ഏകദേശം 125 കിലോമീറ്ററും അതിൽ കൂടുതലോ ഖനം ഉണ്ടായിരിക്കും. ഏകദേശ നിഗമനം, ഏകദേശ കണക്കാണ് ഇവിടെ പറയുന്നത്. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിമേഖലയും മുകൾ ഭാഗവും ചേർന്നാണ് ലിത്തോസ്ഫിയർ ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ശിലാമണ്ഡലം ഇതിന് സമുദ്രത്തിന്റെ അടിയിൽ, സമുദ്രഭാഗമാണെങ്കിൽ ഏകദേശം 70 കിലോമീറ്റർ ആണെന്നും ഭൂഖണ്ഡങ്ങളുടെ അടിയിൽ എന്ന പക്ഷം 125 കിലോമീറ്റർ, ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടായിരിക്കുമെന്നാണ് ഏകദേശ വിവരങ്ങൾ, കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി പറയുകയാണെങ്കിൽ ഏകദേശം 200 കിലോമീറ്റർ ആഴമുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പം അസ്തനോസ്ഫിയറിന്റെ ഏകദേശം എത്രയുണ്ടെന്ന് പറയുന്നുണ്ട്? 200 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി മാഗ്മ രൂപം കൊള്ളുന്നത് ഈ മേഖലയിൽ വെച്ചായിരിക്കാമെന്ന് കരുതുന്നു. അപ്പം മാഗ്മ രൂപം കൊള്ളുന്ന മേഖല ഏതെന്നാണ് കരുതപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് അസ്തനോസ്ഫിയർ ആണ്. ഏകദേശം എത്ര ആഴമുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് ചോദിച്ചാൽ അത് 200 കിലോമീറ്റർ ആണെന്നും ഓർത്തു വെക്കുക. മനസ്സിലാക്കേണ്ടത് ഈ മേഖലയിൽ ശിലകൾക്ക് ബലം കുറവാണ്. ഓർത്തു വെക്കുക, ഈ മേഖലയിൽ ശിലകൾക്ക് ബലം കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച പോയിന്റുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, നോട്ടിൽ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. കാര്യം ജോഗ്രഫി എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ല. എന്നാൽ ഇഷ്ടപ്പെട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പറയുന്നു കാമ്പ്. നമ്മൾ പറഞ്ഞു ക്രസ്റ്റ്, മാൻഡില്, കോർ അല്ലെ. ഓക്കെ, അപ്പം കാമ്പ് അഥവാ കോർ എന്താണെന്ന് നോക്കാം. മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. എന്താണ്? മാൻഡിലിന് താഴെ. അപ്പൊ ഏറ്റവും മുകളിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യമുള്ളത് ക്രസ്റ്റ്, രണ്ടാമത് മാൻഡില്, മൂന്നാമത് നമ്മൾ എന്ത് പറയുന്നു? കോർ. അപ്പം മാൻഡിലിന് താഴെയുള്ള ഭാഗം കാമ്പ്, കാമ്പ് അഥവാ കോർ. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ്. പുറക്കാമ്പും ഉണ്ട്, അകക്കാമ്പും ഉണ്ട്. ഓക്കെ, പുറക്കാമ്പ് ഏത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. അപ്പം പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പം ഇങ്ങനെ കാമ്പിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. ഇത്രയും ഭാഗമാണെങ്കിൽ ഇത് എന്ത് അവസ്ഥയിലാണ്? ഈ ഭാഗം ഇത് പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിലാണ് കേട്ടോ, ദ്രാവക അവസ്ഥയിലാണ്. ഈ ഭാഗം എന്താണ്? ഖരാവസ്ഥയിലാണ്. അപ്പം നമ്മളിതിനെ കാമ്പിനെ നമ്മൾ അകക്കാമ്പ് പുറക്കാമ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലുള്ളത് ദ്രാവക അവസ്ഥയിലും താഴെയുള്ളത് ഖര അവസ്ഥയിലുമാണെന്ന് കൃത്യമായിട്ട് ഓർക്കുക. ഇനി കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അപ്പൊ കാമ്പ് പ്രധാനമായിട്ടും ഏതൊക്കെ ലോഹങ്ങൾ കൊണ്ടാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നാണ് ചോദ്യമെങ്കിൽ അത് നിക്കലും ഇരുമ്പും. നിക്കലിനെ നമ്മൾ Ni കൊണ്ടും ഇരുമ്പിനെ Fe കൊണ്ടും നമ്മൾ വിശേഷിപ്പിക്കും. ഓക്കെ, അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അപ്പൊ നിഫെ എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്രസ്റ്റ് ആണോ, മാൻഡിലാണോ, കോറാണോ എന്ന് ചോദിക്കാം. അതാണ് കാമ്പാണ്. നിഫെ എന്നറിയപ്പെടുന്നത് കാമ്പാണ് എന്നും പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടതാണല്ലേ, 5500 കിലോമീറ്റർ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടിരുന്നു. ഓക്കെ, അത് ഓർക്കുക. അപ്പൊ അകക്കാമ്പിലെ ചൂട് എത്രയായി കണക്കാക്കപ്പെടുന്നു? ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ കാമ്പാണ് നമ്മുടെ 10th ലെവൽ, LGS ലെവലിൽ നമുക്ക് ഇതിലുള്ള പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCRT എടുക്കുമ്പോൾ നിങ്ങൾ പോയിന്റ് ആയിട്ട് തന്നെ എഴുതി വെക്കുക. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ ഈ സീരീസുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇനിയും നമുക്ക് കൂടുതൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധിക വായനയ്ക്ക് നമുക്ക് ഫിസിക്കൽ ജോഗ്രഫി സവിന്ദർ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ, സവിന്ദർ സായ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫിസിക്കൽ ജോഗ്രഫി എന്ന പുസ്തകം റെഫർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഫിസിക്കൽ ജോഗ്രഫി ത്രൂ ഡയഗ്രംസ് എന്ന പുസ്തകം, അത് സുതോപ മുഖർജിയുടെയാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ്
ഹ്യൂമൻ ജിയോഗ്രഫി എന്ന് പറയുന്ന പുസ്തകം ഗോ ചെങ് ലിയോങ്ങിൻ്റെയാണ്. അപ്പം ഈ പുസ്തകങ്ങളെല്ലാം നമുക്കൊരു ഡിഗ്രി ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അധിക വായനയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു കാമ്പിനെ നമുക്ക് രണ്ടായിട്ട് അകക്കാമ്പും പുറക്കാമ്പും ഉണ്ടല്ലേ. പുറക്കാമ്പ് നമ്മൾ പറഞ്ഞു എന്താണ്, ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ കാമ്പിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ദ്രാവകാവസ്ഥയിലുള്ള ബാഹ്യകാമ്പും ഖരാവസ്ഥയിലുള്ള ആന്തരകാമ്പും. അകത്ത് സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അപ്പൊ എന്താണ്, ദ്രാവകാവസ്ഥയിലുള്ള ബാഹ്യകാമ്പും ഖരാവസ്ഥയിലുള്ള ആന്തരകാമ്പും ചേർന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്, കാമ്പ് ഫോം ചെയ്യുന്നത്. കാമ്പ് ശിലകൾ കൊണ്ടല്ല, മറിച്ച് ലോഹം കൊണ്ട് രൂപപ്പെട്ടതാണ്. അപ്പൊ കാമ്പ് ശിലകളാണോ? അല്ല, ലോഹം മെറ്റൽസ് കൊണ്ട് രൂപപ്പെട്ടതാണ് എന്നത് ഓർത്തു വയ്ക്കുക. മുഖ്യ ലോഹം ഇരുമ്പും ചെറിയ അളവിൽ സിലിക്കോൺ, സൾഫറോ നിക്കലോ ചേർന്നതുമാണ്. അപ്പൊ മുഖ്യ ലോഹം ഏതാണ്? ഇരുമ്പാണ്. അത് ചെറിയ അളവിൽ എന്തൊക്കെ കാണുന്നുണ്ട്? സിലിക്കണും ഉണ്ട്, സൾഫറോ അല്ലെങ്കിൽ നിക്കലോ എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, നിക്കലിന് ഇരുമ്പിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. മറ്റൊരു പോയിന്റ് ആണ്, നിക്കലിന് സാന്ദ്രത ഇരുമ്പിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് ഇരുമ്പും നിക്കലും ചേർന്നുണ്ടായ കാമ്പിന് ആവശ്യത്തിലധികം സാന്ദ്രത ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അയണും നിക്കലും എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അയണിനേക്കാൾ സാന്ദ്രത ആർക്ക് കൂടുതലാണ്? നിക്കലിന് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള നിക്കലും അയണും കൂടെ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം അവിടെ ആവശ്യത്തിലധികം സാന്ദ്രത ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണെടാ? നമ്മൾ പറഞ്ഞത് കാമ്പിനെ കുറിച്ചാണ് അല്ലേ. കോർ, ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ്, രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ബാഹ്യകാമ്പെന്നും ആന്തരകാമ്പെന്നും. ബാഹ്യകാമ്പ് എന്തുകൊണ്ടാണ്? ദ്രാവകാവസ്ഥയിലാണ്. ആന്തരകാമ്പാണെങ്കിലോ ഖരാവസ്ഥയിലാണ്. കാമ്പ് ശിലകൾ കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്? അല്ല. എന്തുകൊണ്ടാണ്? ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട ലോഹങ്ങൾ ഏത് എന്നാണ് ചോദ്യമെങ്കിൽ അത് ഇരുമ്പുണ്ട്, സിലിക്കോൺ ഉണ്ട്, സൾഫറോ നിക്കലോ ഒക്കെ ഉണ്ട്. പിന്നെ പറയുന്നുണ്ട് നിക്കലിന് ഇരുമ്പിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാന്ദ്രത കൂടുതലായ നിക്കലും ഇരുമ്പും കൂടെ ചേർന്നതുകൊണ്ട് ആ ഭാഗത്തിന് ആവശ്യത്തിലധികം സാന്ദ്രത ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു 3 ലെയേഴ്സ് ആണ് അല്ലെ. ഇനി ഭൂമിയുടെ ഏകദേശം 1% മാത്രമാണ് എന്തുള്ളത്? ഭൂവൽക്കമുള്ളൂ. അപ്പൊ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു അറിവാണിത്. ഭൂമിയുടെ ഏകദേശം എത്ര ശതമാനമാണ് ഭൂവൽക്കം എന്ന് ചോദിച്ചാൽ ഏകദേശം 1%. മാൻഡിൽ എത്രയെന്ന് പറയുന്നുണ്ട്? 84% എന്നും കാമ്പ് 15% എന്നും പറയുന്നുണ്ട്. അപ്പൊ ഓർത്ത് വെക്കാമല്ലോ. എന്തൊക്കെ ഓർക്കും നമ്മൾ? ഭൂമിയുടെ ഏകദേശം എത്ര ശതമാനമാണ് ഭൂവൽക്കമുള്ളത്? 1%. എത്ര ശതമാനമാണ് മാൻഡിലുള്ളത്? 84%. എത്ര ശതമാനമാണ് കാമ്പുള്ളത്? 15%. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഭൂമിയുടെ ഘടനയുടെ സവിശേഷതകളെ ഒരു പിക്ചറിലൂടെ നമുക്ക് പരിചയപ്പെടാം. നോക്കടാ, ഭൂമിയെന്ന് പല ലെയർ ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ, നല്ല മനോഹരമായിട്ട്. അപ്പം ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ ഭൂവൽക്കം എന്ന് പറയുന്നു, രണ്ടാമത്തെ ലെയറിനെ നമ്മൾ മാൻഡിൽ എന്ന് പറയുന്നു, മൂന്നാമത്തെ ലെയറിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ട് തന്നെ നമ്മൾ കാമ്പ് എന്ന് പറയുന്നു. ഓക്കെ, ഇത് രണ്ടും കാമ്പിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പം ഭൂവൽക്കം അല്ലെ. ഭൂവൽക്കം എന്താണ് ഇവർ പറയുന്നത്? ഏറ്റവും പുറമേയുള്ള ഭാഗം. ശരിയാണ്. ഇനി എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞതില്? നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ എന്ത് പറഞ്ഞു? താരതമ്യേന നേർത്ത പാളിയാണ് നമ്മൾ പറഞ്ഞു. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, എങ്ങനെ? 2 ഭാഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞ പോയിന്റുകളാണ് അല്ലെ. നമ്മൾ വീണ്ടും പോവുകയാണെങ്കിൽ മാൻഡിലിനെ നമുക്ക് ഭൂവൽക്കത്തിന് താഴെ 2900 കിലോമീറ്റർ വരെ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കടാ, ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പം ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ ഉൾപ്പെടുന്നത് ഏത് ഭാഗത്താണ്? മാൻഡിലാണ്. ചില ഭാഗങ്ങളിൽ ശിലാപദാർത്ഥങ്ങൾ അർദ്ധദ്രാവകാവസ്ഥയിൽ അഥവാ മാഗ്മ കാണപ്പെടുന്നു. മാൻഡിൽ. M4 മാഗ്മ, M4 മാൻഡിൽ. അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചാലും മതിയാവും. ഇനിയും മൂന്നാമത്തെ പോയിന്റിൽ പറയുകയാണെങ്കിൽ കാമ്പ്, നമുക്ക് 2 കാമ്പുണ്ട്, അകക്കാമ്പ്, പുറക്കാമ്പ് അല്ലെ. നിക്കലിന്റെയും അയണിന്റെയും Fe പ്രസൻസ് കൊണ്ട് തന്നെ നമ്മൾ എന്തോ നിഫ എന്നും ഇതിനെ പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ അതിന് കൂടുതലായിട്ട് നമുക്ക് എന്തൊക്കെ അറിയാം? നിഫെ എന്നറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു. നിക്കൽ എന്നാൽ ഇരുമ്പ്, Fe എന്നീ ലോഹങ്ങളാൽ നിർമ്മിതമെന്ന് പറഞ്ഞു. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലും എന്നിങ്ങനെ 2 ഭാഗങ്ങൾ ഉണ്ടെന്നും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ഭൂവൽക്കം. ശരിയല്ലേ? ശരിയാണ്.
ഭൂവൽക്കവും മാൻഡിലും ഉപരിഭാഗവും ചേർന്നാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ശരിയല്ലേ? ശരിയാണ്. ശിലാപദാർത്ഥങ്ങൾ അഥവാ മാഗ്മ ഉരുകി അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നു. ശരിയല്ലേ? ഇനി പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിലാണ് എന്ന് പറയുന്നു. ശരിയാണ്. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിവ ഭൂവൽക്കത്തിന്റെ 2 ഭാഗങ്ങളാണ്. നമ്മൾ അങ്ങനെ വേർതിരിച്ചതല്ലേ? വൻകര ഭാഗം, സമുദ്രഭാഗവും ഉണ്ട്, വൻകര ഭാഗവും ഉണ്ട്. സിമയും സിയാലും നമ്മൾ പറഞ്ഞിരുന്നു. കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. കാമ്പിനെ നമ്മൾ നിക്കലിന്റെയും ഫെറം അതുപോലെ എന്താണ് ഇരുമ്പിന്റെയും അളവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാമ്പിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിഫെ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എന്താണെടാ? നമ്മൾ പറഞ്ഞത് നമ്മുടെ എർത്തിന്റെ ലെയേഴ്സിനെയാണ് അല്ലെ. പ്രധാനമായിട്ട് 3 ലെയേഴ്സ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്, മാൻഡിൽ അഥവാ കാമ്പ് അഥവാ കോർ അല്ലെ. നമ്മൾ ഈ പ്രധാനപ്പെട്ട ഇതിന്റെ കിലോമീറ്റർ പറഞ്ഞു. ഭൂവൽക്കത്തെ നമ്മൾ സമുദ്ര ഭൂവൽക്കം എന്നും അതുപോലെ തന്നെ എന്താണ് ലാൻഡ് ഏരിയ എന്നും നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? മാൻഡിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കാമ്പ് പറഞ്ഞു. പുറക്കാമ്പും അകക്കാമ്പും ഇതിന്റെ കിലോമീറ്റർ, കനം, ചൂട് എന്നിവ എല്ലാക്കുറിച്ചും പറഞ്ഞു. മാഗ്മ എവിടെയാണ് കാണപ്പെടുന്നത് പറഞ്ഞു. പിന്നെ കൂടാതെ ശിലാമണ്ഡലം എന്താണെന്ന് പറഞ്ഞു. അതുപോലെ അസ്തനോസ്ഫിയർ എന്താണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ലോഹങ്ങളുടെ പ്രസൻസ്, കാമ്പിലെ ലോഹങ്ങളാണ്, ശിലകളല്ല എന്ന് പറഞ്ഞു. ഏതൊക്കെ ലോഹങ്ങളാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പറയുകയും ചെയ്തു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ്. 7ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠത്തിലെ ആദ്യത്തെ ഭാഗം മാത്രമേ ഞാൻ ഇന്നിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകും. ചോദ്യം ഇതാണ്: ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളി നമ്മൾ പറഞ്ഞു അല്ലെ. വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് മാൻറ്റിലാണോ, ഭൂവൽക്കമാണോ, അകക്കാമ്പാണോ, അതുപോലെ തന്നെ അസ്തനോസ്ഫിയർ ആണോ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഭൂവൽക്കമാണ് അല്ലെ. ഭൂവൽക്കമാണ് ഏറ്റവും നേർത്ത പാളി എന്ന് നമ്മൾ പറഞ്ഞു. ഏകദേശം 1% ഉള്ളൂ എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനെ നമ്മൾ സമുദ്ര ഭൂവൽക്കം എന്നും ഖരഭൂവൽക്കവും എന്നും പറയുന്നുണ്ട്. ശിലാമണ്ഡലത്തിന് അഥവാ ലിത്തോസ്ഫിയറിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? വിച്ച് പാർട്ട് ബിലോ ദി ലിത്തോസ്ഫിയർ കണ്ടെയ്ൻസ് മോൾട്ടൻ റോക്ക് മെറ്റീരിയൽസ് ഇൻ എ സെമി സോളിഡ് സ്റ്റേറ്റ്? പുറക്കാമ്പ്, സമുദ്രവൽക്കം, അതുപോലെ തന്നെ അസ്തനോസ്ഫിയർ സമുദ്ര ഭൂവൽക്കമാണ്. സമുദ്ര ഭൂവൽക്കമുണ്ട് കേട്ടോ. ഭൂവൽക്കം അസ്തനോസ്ഫിയർ അഥവാ എസ്തനോസ്ഫിയർ തന്നെയാണ്. വൻകര ഭൂവൽക്കം അഥവാ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ്. ഏതാണടാ ഉത്തരം? ശിലാമണ്ഡലത്തിന് ലിത്തോസ്ഫിയറിന് താഴെ കാണപ്പെടുന്നത് ഏതാണ്? അസ്തനോസ്ഫിയർ ആണ്. ശരി. 3ാമത്തെ ചോദ്യം: ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പ്രധാന മാർഗങ്ങൾ അല്ലാത്തത് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 3 പോയിന്റുകൾ പഠിച്ചു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തു വരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്തിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കനികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ അന്തരീക്ഷ പഠനം കൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ ഇതാണ്. അടുത്ത ചോദ്യം: കാമ്പിന്റെ അഥവാ കോർ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്? ഉപരിതലവും ദാറ്റ് മീൻസ് ക്രസ്റ്റും മാൻഡിലുമാണോ? പുറക്കാമ്പ് അഥവാ ഔട്ടർ കാമ്പും അകക്കാമ്പ് ഇന്നർ കാമ്പ് കോറും ആണോ? അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ ജലമണ്ഡലം ഹൈഡ്രോസ്ഫിയർ ആണോ? ശിലാമണ്ഡലം ലിത്തോസ്ഫിയർ എസ്തനോസ്ഫിയർ ആണോ? ഏതാണ് കാമ്പിന്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ? നമുക്കറിയാമല്ലേ, ഇത് പുറക്കാമ്പും അകക്കാമ്പുമാണ് അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞു പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിൽ. ഞാൻ വീണ്ടും പറയുന്നത് നമുക്ക് സംശയം തോന്നുന്നു. പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിലാണ്, അതുപോലെ അകക്കാമ്പ് ഖര അവസ്ഥയിലാണ്. അകത്ത് ഭയങ്കര സ്ട്രോങ് ആണെന്നൊന്ന് ആലോചിച്ചാലും മതിയാവും. അടുത്തത് കാമ്പ് കോർ പ്രധാനമായി രൂപപ്പെട്ടിരിക്കുന്ന ലോഹങ്ങൾ എന്തൊക്കെ കൊണ്ടാണ് കാമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്? അലുമിനിയം സിലിക്കണും ചേർന്നാണോ? നിക്കലും ഇരുമ്പും ചേർന്നുമാണോ? കാൽഷ്യവും മഗ്നീഷ്യവും ചേർന്നാണോ? സ്വർണവും വെള്ളിയും ചേർന്നാണോ? നമ്മൾ പഠിച്ചു നിക്കലും ഇരുമ്പുമാണ് അല്ലേ. നിക്കലിന് സാന്ദ്രത കൂടുതലാണ് ഇരുമ്പിനേക്കാളും. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ മിക്സ് ആയപ്പോൾ അവിടുത്തെ സാന്ദ്രത ആവശ്യത്തിൽ കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ കാമ്പ് പ്രധാനമായി രൂപപ്പെട്ടിരിക്കുന്നത് നിക്കലും ഇരുമ്പും കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും കാണുക. കൂടുതൽ സീരീസുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. കൃത്യമായിട്ട് എല്ലാ സെക്ഷനും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്